കാണണോന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല കഫേലോ മറ്റായിരിക്കും. ഇപ്പെന്താ ഈ പാടത്ത്? എനിക്കിതൊക്കെ ഇഷ്ടം. കണ്ടവും കായലും പാടവും. ഉണ്ണിയേട്ടനൊന്നും ഇഷ്ടമല്ല? ഉണ്ണിയേട്ടനാ? എന്റെ പേര് നന്ദഗോപാലനാ. നന്ദൂന്ന് വിളിക്കും. ഞാൻ ഉണ്ണിയേട്ടാന്ന് വിളിക്കൂ. അതെന്താ? അച്ഛനെ അമ്മ ഉണ്ണിയേട്ടാന്ന് വിളിച്ച് കേട്ടേക്കണേ. മുത്തശ്ശനും ഉണ്ണിയേട്ടാന്നാ വിളിക്കണേ. അപ്പൊ ഞാൻ ഉണ്ണിയേട്ടാന്ന് വിളിക്കും. അതെ, ഞാൻ ഉണ്ണിയേട്ടനെ കണ്ടിട്ടുണ്ട്. എപ്പോ? പണ്ട് തറമേക്കാവിലെ ഉത്സവത്തെ വെച്ച് ആനപ്പുറത്ത് കയറിയില്ലായിരുന്നു? അത് പണ്ടല്ലേ. എന്തൊരു എടുപ്പായിരുന്നു ആനപ്പുറത്ത് കയറിയിട്ട്. ഇപ്പോഴും ഉണ്ട്. കല്യാണി ശരിക്കും 2000-ൽ ജനിച്ച കുട്ടിയല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ വിചാരിച്ചു കല്യാണി എന്നുള്ള പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, നേരിട്ട് കാണുമ്പോൾ ഒരു പൂക്കിയായിരിക്കും എന്ന് വിചാരിച്ചു. പൂക്കിയോ? അതെന്താ? ഓ, പൂ, മുല്ലപ്പൂ. ഓ, അന്വേഷിച്ചു കിട്ടിയില്ല. അല്ല, ഉണ്ണിയേട്ടൻ ഇത്ര ഫാഷൻ ആയിരുന്നോ? മുണ്ടൊന്നും എടുക്കൂലേ? മുണ്ട് വീട്ടിൽ അച്ഛനെ കൊടുക്കും, ഞാൻ അങ്ങനെ എടുക്കാറില്ല. എന്നാ ഇനി മുതൽ കൊടുക്കണം. എന്റെ വീട്ടിലെ അച്ഛനും അച്ചാച്ചനും ഒക്കെ മുണ്ടാ. കല്യാണി ഈ ഇൻസ്റ്റാഗ്രാമിലൊന്നും ആക്റ്റീവ് അല്ലേ? എനിക്ക് ഇൻസ്റ്റഗ്രാം ഒന്നുമില്ല. പിന്നെ ഉണ്ണിയേട്ടൻ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഉണ്ണിയേട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ട ഞാൻ ഇൻസ്റ്റ എടുത്തത്. എനിക്ക് വേണ്ടി മാത്രം ഇൻസ്റ്റ എടുത്തേ? പിന്നെ അല്ലാണ്ട് എനിക്ക് ഉണ്ണിയേട്ടന്റെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പാപ്പന്റെ അതേ കണ്ണ ഉണ്ണിയേട്ടന്. അന്ന് ആനപ്പുറത്തിരുന്നപ്പോ ഞാൻ ഉറപ്പിച്ചതാ, കെട്ടാണെങ്കിൽ ഉണ്ണിയേട്ടനെ പോലെ ഒരാളെ കിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു ഉണ്ണിയേട്ടൻ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയാൻ കുറെ സമയം എടുക്കുന്ന. പക്ഷെ ഉണ്ണിയേട്ടൻ ഇൻസ്റ്റയിൽ പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞു. കണ്ടിട്ട് തീരുമാനിച്ചായിരുന്നു. എന്തേലും പറഞ്ഞോ? ഇല്ല, ഇവിടെ നല്ല വെയില്, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? ഒരു സ്ഥലമുണ്ട്. ഉണ്ണിയേട്ടൻ എന്താന്നും വേണ്ടാത്ത? ഉണ്ണിയേട്ടൻ എന്താ അന്തർമുഖനാ? അന്തർമുഖനാ? 2026 ഈ ഡ്രസ്സൊക്കെ ഇപ്പൊ ആരെങ്കിലും ഇടൂ? ഇടൂല്ലോ, കല്യാണി മാത്രമേ ഇടൂ. ഉണ്ണിയേട്ടൻ തന്നെ ഈ ഡ്രസ്സിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി തോന്നുന്നു. കല്യാണി ബിയറൊക്കെ കുടിക്കും? ബിയറോ? എന്റെ ദേവിയെ, ഉണ്ണിയേട്ടൻ കുടിക്കോ? ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ ഇത് കുടിക്കുമല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ജീവിതത്തിനെ കുറിച്ചൊരു കാഴ്ചപ്പാടില്ല. കാലം പോയ പോക്കെ, എങ്ങോട്ടാ യുഗം പോണേ, എല്ലാം തിരിച്ചറിയുന്ന കാലം. അന്ന് പഴമയിലേക്ക് നമ്മൾ തിരിച്ചു വരും. പക്ഷെ കല്യാണി എന്നും ഇങ്ങനെ ആയിരിക്കും. ഉണ്ണിയേട്ടന്റെ കല്യാണി. എനിക്കൊരാഗ്രഹമുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പള്ളത്താങ്കുളങ്ങര ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു കിരെടുത്തു. അവിടെ നേരെ പഴനിക്ക് പോയി ഉണ്ണിയേട്ടൻ്റെ തല മൊട്ടയടിക്കും. അവിടെ നമ്മൾ ഒരുമിച്ച് രാമേശ്വരം. എല്ലായിടത്തും കല്യാണി രാവിലെ പൂജക്ക് കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? വന്നിട്ടുണ്ട്. പാല് മാത്രം ഉള്ളല്ലോ, എവിടെ കുട്ടി? എന്റെ ദൈവം, ഇതെന്ത് പെണ്ണത്?